ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിൽക്കുന്ന ആരാണ്? അണ്ണ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിന്നണ്ണ. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അനിയൻ കുഞ്ഞണ്ണനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ അവിടെയൊക്കെ ഉള്ളവർക്ക് നെടുങ്കാവുക്കിനും ഞങ്ങളുടെ കൂടൽ മുതലുള്ള പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും അണ്ണനെ അറിയാം. അണ്ണ തൊപ്പി മാറ്റിക്കേണ്ട, മുഖം ശരിക്കും കാണുന്നില്ല. കഷണ്ടിയാ, കുഴപ്പമൊന്നും ഇല്ലെന്ന്. പണ്ട് അച്ചാച്ചനെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നേ. പിന്നെ അണ്ണ ഒന്ന് പറഞ്ഞേ അണ്ണ, അണ്ണൻ ഏത് വീട്ടിലേ? ദിവാര സാറിന്റെ മോനല്ലയോ? എന്തോ എളിമയാണെന്നറിയാമോ? ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ അച്ചാച്ചൻ പറയാം, അച്ചാച്ചനെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന്. ഇങ്ങനൊന്നും അല്ല അണ്ണൻ ഇരുന്ന് കേട്ടോ. അണ്ണനെ കണ്ടാൽ ചുമന്ന് നല്ല തുടുതുടാന്നിരിക്കുവായിരുന്നേ. ഇപ്പൊ അണ്ണനാണെങ്കിൽ അയ്യോ അതാ പറഞ്ഞിപ്പോ വേണ്ടയായിപ്പോ. അതുകൊണ്ടാണ്, അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. അത് ചുമ്മാ അണ്ണനങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇപ്പം എല്ലാവരും ഞങ്ങളൊന്നും പിന്നെ ഇതുപോലെ പിന്നെ തലമുടിയിലൊന്നും ഡൈ ഒന്നും അടിക്കുന്ന ആൾക്കാരല്ല. നിങ്ങളൊക്കെ എന്നോട് ചോദിക്കും ഇച്ചിരി ഡൈ തേക്കരുത്. ഞങ്ങൾ അങ്ങനത്തെ ഒന്നും കാണിക്കത്തില്ല. ഞങ്ങളുടെ പ്രായം അതുപോലെ കാണിക്കുന്നവരാ. അപ്പോൾ എന്നിട്ട് അണ്ണനാണെങ്കിൽ അജുമോൻ്റെ 2 കോഴിയെ മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കുകൊണ്ട് നമ്മുടെ ചാക്കിനകത്ത് കോഴിയാക്കി. ഇതാരാന്നറിയാം? ഇത് നമ്മുടെ മരുതിക്കാലായിലെ അണ്ണ കുട്ടൂസാണ്. കുട്ടൂസ് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന അണ്ണനാ. പക്ഷേ അണ്ണനാണെങ്കിൽ അച്ചാച്ചനെ പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഞങ്ങളുടെ വീട്ടിലെപ്പോഴും പിന്നെ ഓട്ടോയെ വരുന്നതായിരുന്നു. പക്ഷേ പറഞ്ഞിട്ടൊന്നും അച്ചാച്ചൻ അങ്ങോട്ട് പിടി കിട്ടിയില്ല ഇതുവരെ. ഇനി പിന്നെ പതുക്കെ ആലോചിച്ച് പറഞ്ഞ് പിന്നെ ആലോചിച്ച് മനസ്സിലാക്കി വരണം. അപ്പം അനിയൻ കുഞ്ഞണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ പറഞ്ഞ് അവസാനം പോവാൻ സമയമായപ്പോഴത്തേന് അച്ചാച്ചന് മനസ്സിലായി. അച്ചാച്ചൻ നിപ്പ് കണ്ടോ വന്ന് വീണ പാടും വെച്ചോണ്ട് എന്തോ ചിരി. അതായിട്ട് അച്ചാച്ചന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഈ അച്ചാച്ചനന്ന് പ്രായമുള്ള അച്ചാച്ചന് പ്രായം കുറഞ്ഞ പിള്ളേർ ഇവരൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. അന്ന് അജു ഇപ്പം പ്രായമുള്ളവർ അജുവിന് ഇഷ്ടം. അജു താണ്ട വന്ന് നോക്കിയിരിക്കുന്നുണ്ട്. അജു എന്തുവാന്നും പറഞ്ഞാൽ നോക്കിയിരിക്കുന്ന. അമ്മ ഈ പറയുന്നതൊക്കെ എടാ ഇതൊക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ളൂ. ഞങ്ങളവിടെയൊക്കെയെന്ന് പറഞ്ഞു ഇല്ലണ്ണ എന്തോ സ്നേഹം. ഞങ്ങൾ കൊച്ചു പിള്ളേരായിട്ടിരിക്കും അനിയൻ കുഞ്ഞണ്ണനൊക്കെ അതിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു ബഹുമാനവും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കൊച്ചു പിള്ളേർക്ക് കാണുമ്പോൾ ഭയങ്കര ബഹുമാനവും. അച്ചാച്ചനാണെങ്കിൽ അച്ചാച്ചൻ ഇവരെയൊക്കെ കൂടെ കളിയും തമാശയും. ഇപ്പം തന്നെ ഇപ്പം ഒരു തമാശ എന്ത് വേണ തന്നെ എന്തോ ഒരു സാധനം കൊടുത്തു, അത് പറയുന്നില്ല. ഒരു സാധനം സ്നേഹത്തിൽ അച്ചാച്ചൻ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനമൊക്കെ കൈ കൊടുത്ത് അവരുടെ ആ സന്തോഷം അച്ചാച്ചൻ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞങ്ങളുടെ അണ്ണനെ അറിയാവുന്ന കുളിച്ചിട്ട് 2 ദിവസമായി. പനിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അണ്ണൻ പോവുക അങ്ങോട്ട്. അപ്പോൾ അണ്ണ കണ്ടത് ഒത്തിരി സന്തോഷം. അപ്പം അണ്ണൻ അങ്ങോട്ട്. ശരി അണ്ണ, വരണം. ഇല്ലല്ലയോ? അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് പോരുക. ഇവിടെ നമ്മുടെ അജുമോനാന്ന് ഷർട്ട് ഇട്ടിട്ടില്ല. എന്നാലും ഞാൻ ഓർത്ത് ഈ വീഡിയോ അങ്ങ് എടുക്കാം. ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അജുമോൻ ഒരു ശകലം ചിക്കൻ എടുത്തിട്ട് പിന്നെ ഒരു കറി ഉണ്ടാക്കാൻ. കറിയാണെന്ന് ചോദിച്ചാൽ അല്ല, അല്ലയോ എന്ന് ചോദിച്ചാൽ അന്ന് കഴുകിയായിരുന്നു മോനെ. അത് എല്ലാം കഴുകി റെഡിയാക്കി അതിനകത്തങ്ങ് ഇട്. അതിനകത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അജു ആ കരളും കൂടെ അതിനകത്ത് ചേർത്തായിരുന്നു. കരള് ചേർത്തായിരുന്നു. എല്ലാം ചേർത്ത് അജു ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഇതുണ്ടാക്കും. അങ്ങനെ അതിനകത്ത് ഒന്നിച്ച് കിടന്ന് വേവട്ടെ. അപ്പം അതെല്ലാം അങ്ങ് പിടിക്കും. നല്ല രുചിയായിരിക്കും. അവൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു സാധനം അവൻ ഉണ്ടാക്കുക. എല്ലാവർക്കും കൂടെ ഇച്ചിരി ചോറുണ്ണാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു ശകലം പോലും എൻ്റെ കുഞ്ഞ് ക്ഷീണിച്ചൊരു എല്ലും കൊട്ട കണ്ടോ. എത്ര നാളായെന്നറിയാം എന്തെങ്കിലും ഒന്ന് തിന്നിട്ട്. ഒന്നും തിന്നാൻ വയ്യ. ഞങ്ങൾ രാവിലെ പോയ പോക്കായിരുന്നു. പോയിട്ട് വന്നു. ഒരു ശകലം കരിയാപ്പല എടുത്തോണ്ട് വെക്കളെ, അതും ഇതിനകത്തങ്ങ് ഇടും. എല്ലാം റെഡിയാക്കാൻ വെച്ചേക്കും. ഇനി അതിനകത്തുള്ള ബാക്കി സാധനങ്ങളും കൂടെ അജുമോൻ അരിഞ്ഞ് ചേർക്കും. 2 പച്ചമുളകോ രണ്ടൊക്കെ സാധനങ്ങൾ ചേർക്കാൻ. 2 പച്ചമുളകും 2 എന്തൊക്കെയാണ്
അപ്പം നമ്മുടെ അജിമോൻ ഇത്രയാക്കി വെച്ചിട്ട് അങ്ങ് പോയി ഉണ്ട്. അവൻ്റെ ചിക്കൻ കറി അവൻ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അവൻ ചേർത്ത് വെച്ചിട്ട് പോയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2-3 വെളുത്തുള്ളി ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും അവൻ ചേർക്കത്തില്ല. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലിട്ടിട്ടുണ്ട്. 1 തക്കാളി ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു സവാള അതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ എന്തുവാ ചേർത്തേക്കുന്നതെന്ന് അത്രയും സാധനമേ ഉള്ളെന്ന് തോന്നുന്നു. അത്രയും സാധനവും പിന്നെ ഒരു 2-3 ഇച്ചിരി ഒരു തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്. പിന്നെ എന്തുവാ ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആണെന്ന് തോന്നുന്നു. പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഇത്രയും ചേർത്താൽ ഇപ്പോൾ ഇത് വെച്ചേക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കത്തില്ല കേട്ടോ. അവൻ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെയാണ് അവൻ ചേർക്കുന്നത്. അവനുണ്ടാക്കുന്ന കറിക്ക് വേറെ ഒരു രുചിയാണ് നമ്മളുണ്ടാക്കുന്ന പോലെ. ഇതിപ്പോൾ ഇനി അങ്ങ് പറ്റിച്ചെടുക്കാനാണെന്നും പറഞ്ഞാൽ ഈ വെച്ചിട്ട് പോയേക്കുന്നത്. ഇച്ചിരി വെള്ളം ഒക്കെ ചേർത്തായിരുന്നു വെച്ചിട്ട് പോയി. അതിനകത്ത് ശകലം എണ്ണ ഒഴിച്ച് വെച്ചിട്ട് പോയി. വെച്ചിട്ടങ്ങ് വയ്യാമ്മച്ചി ഞാൻ കിടക്കട്ടെന്നും പറഞ്ഞങ്ങ് പോയി. കരിയാപ്പല എടുത്തുകൊണ്ട് വരാൻ വയ്യാന്ന് പറഞ്ഞ് ഇനി എന്തുവന്നോ ഇച്ചിരി പുതിനയിലയോ മല്ലിയിലയോ ചേർക്കണം വാങ്ങാൻ നേരത്തെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ രാവിലെ ആണെങ്കിൽ ചെറുതായിട്ട് വരയ്ക്കുകയോ എപ്പോഴും പറയുന്നില്ല പൊടിയൊക്കെ അങ്ങ് ഓടിൻ്റെ ആയതുകൊണ്ട് മണ്ടയ്ക്കൊന്ന് പൊടിയൊക്കെ വീഴും. അപ്പം അതൊക്കെ ചെറുതായിട്ടൊന്ന് തുടച്ച് ഒന്നിട്ടിട്ട് പോയി. പിന്നെ തറയൊക്കെ പിന്നെ തുടച്ചിട്ടിട്ട് പോയി ഞങ്ങൾ. എന്നിട്ട് എല്ലാം അങ്ങ് പൊടിയും ഒക്കെ അങ്ങ് വീഴും തുടച്ചിട്ടിട്ട് പോയാലും ഇല്ല. ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പോയി. പിന്നെ തുണികൾ പിന്നെ എല്ലാം കഴുകിയിട്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അകത്തിട്ട് അതുകൊണ്ട് ഒരുവിധം തുണികളെല്ലാം ഒക്കെ ഉണങ്ങി. ഇന്ന് ഇട്ടുകൊണ്ട് പോയ തുണികൾ മാത്രമേ ഉള്ളൂ കഴുകിയിടാനായിട്ടുള്ളത്. അച്ചച്ചൻ്റേത് കൊണ്ട് അവിടെ ഊരി ഇട്ടേക്കുന്നു. ഞങ്ങളും ഇട്ടുകൊണ്ട് പോയത് അപ്പുറത്ത് കൊണ്ട് ഊരി ഇട്ടിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ പണികളൊക്കെ ചെയ്ത് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോയ തുണികളല്ല. അത് നിർത്തിവെക്ക അത് നിർത്തിക്ക്. കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് പോയ തുണികളെല്ലാം കഴുകി എല്ലാം ഉണങ്ങി. ഞാൻ കഴുകി ഇട്ടപ്പോഴത്തേന് മഴ തുടങ്ങിയായിരുന്നു. എല്ലാം ഒരു കൂനയായിട്ട് കൊണ്ട് ഉണങ്ങി എല്ലാം പറക്കി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കുന്നു. അജു കൊണ്ട് ഇവിടെ കിടക്കുന്നു. ഇപ്പം ഞാൻ പിന്നെ രാവിലെ മുറ്റമെല്ലാം ഒന്ന് തൂത്ത് വരിയിട്ട് സമാധാനപ്പെട്ട് ഒന്നും ചെയ്യാൻ ഒന്നാമത് പനിയായിരുന്നു. ഒന്നും ചെയ്യാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഓണം മുതലുള്ള ഉത്രാടപ്പാച്ചിലിൽ കൂടെ ഇങ്ങനെ പോയി നല്ലൊരു മഴ പെയ്തു. വെള്ളമെല്ലാം കിടക്കുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതായാലും മഴയൊക്കെ പെയ്തത് തുണിയെല്ലാം മുറ്റത്തിട്ടിട്ടായിരുന്നു. എല്ലാം പറക്കിയെല്ലാം ഇട്ട് കോഴിയൊക്കെ ഒന്ന് തുറന്നു വിട്ട് ഇച്ചിരി തീറ്റി അങ്ങോട്ട് ഇട്ടു എടുത്ത്. അജൂരെ കറിയൊക്കെ ഒരുവിധം റെഡിയായി വരുന്നു. എന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. വരുമ്പോഴത്തേന് കരിയുവന്ന് എനിക്ക് പണിയാം. അവനാണ് എല്ലാം അതിൻ്റേതായ സമയം പോലെല്ലാം അങ്ങ് ചെയ്യും കേട്ടോ. ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേന് എടുക്കാമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ചേർക്കണമെന്നറിയത്തില്ല. ഒരിച്ചിരി മഞ്ഞൾ ചേർക്കുക, ഒരിച്ചിരി അതിനായിരിക്കും മല്ലി ചേർക്കാതെ മല്ലിയിലയാണ് ചേർക്കുന്നത് അജി. അങ്ങനെ നമ്മുടെ അജിക്കുട്ടൻ്റെ കറിയെല്ലാം റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കറിയെല്ലാം റെഡിയായിട്ട് ദാണ്ട് ഇവിടെ ഇരിക്കുന്നു. കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ പെരട്ടൻ പോലെ. അതിന് അവന് എന്തുമായിരിക്കും പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അവന് വേറെ ഒരു പേരൊക്കെയാണ് അവൻ പറയുന്നത്. പിന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതാണ്. നല്ലൊരു പ്രത്യേക രുചിയാണ് അജുമോൻ ഉണ്ടാക്കി വെക്കുന്ന സാധനത്തിനൊക്കെ. അവന് അതിനകത്ത് വേണ്ടുന്ന എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് പോയത്. എന്നോടത് കരിയാതെ ഓഫാക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടിരിക്കുന്നു വയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ എപ്പോഴേ വന്നത് ഉണ്ടാക്കി തീറ്റിയും കഴിഞ്ഞ് പോയി കിടന്നേനെ. അവൻ പതുക്കെ നിൽക്കും. അവനന്ന് ചടപടാന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ട്
അവനങ്ങ് പോവും. അങ്ങനെ അച്ചാച്ചനെ ഒന്ന് കാണാം നമുക്ക്. അച്ചാച്ചൻ അവിടെ കിടക്കുന്നു, കിടക്കുകയാണ്. നാളെ ആശുപത്രി കൊണ്ടുപോകണം. ചെവി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞത്രയും ഇഞ്ചക്ഷൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ഇന്ന് കിടന്നു ആശുപത്രി പോയിട്ടൊക്കെ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോയിട്ട് വന്നതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളേ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.